പത്തനംതിട്ടയിൽ 100-ലധികം സ്കൂളുകൾ ശുചീകരിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് സ്കൂൾ തുറക്കുന്നതിന് മുൻപായി ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ഇരവിപേരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനത്തിൽ നിന്ന് സുജു ടി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുറമറ്റം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് വലിയ കാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം രണ്ട് മാസമായി സ്കൂൾ അടച്ചിട്ടിരിക്കുമായിരുന്നു. വലിയ മഴയായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്രയധികം കാട് ഇതിനകത്ത് ഫ്രണ്ടിൽ തന്നെ കിളുത്ത് നിൽക്കുന്നത്. എന്നാൽ ഇതെല്ലാം ക്ലീൻ ആക്കുമെന്ന് വളരെ പെട്ടെന്ന് ക്ലീൻ ആക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞത്. ഇപ്പം പുറമറ്റത്ത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി തന്നെ ചേർന്നുണ്ട്. എങ്ങനെ ഇത് ക്ലീൻ ആക്കുമോ? തുടങ്ങുമോ? ഞങ്ങൾ പരിപാടി തുടങ്ങുകയാണ്. ഓക്കെ, രാജീവ് പറഞ്ഞത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. പുറമറ്റം സ്കൂളിലെ ശുചീകരണ പ്രവർത്തനം പകുതിയായിരിക്കുകയാണ്. ഇപ്പോൾ വളരെ ഭംഗിക്ക് കാടൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. തുടരുകയാണ് പ്രവർത്തനം. ഈ പ്രവർത്തനത്തിന് പിന്തുണ അറിയിച്ച CPIMന്റെ പ്രവർത്തകരുമുണ്ട്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോട് ചേർന്നു. എങ്ങനെയാണ് ഈ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തെ നോക്കിക്കാണുന്നത്? ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനം ഏറെ മാതൃകാപരമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഭിനന്ദിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി രാജീവോട് ചേർന്നു. രാജീവ്, എത്ര സ്ഥലങ്ങളിലാണ് ഇന്ന് ബ്ലോക്കിൽ ചെയ്യുന്നത്? ഞങ്ങളുടെ ബ്ലോക്ക് കമ്മിറ്റിയിൽ 8 മേഖലാ കമ്മിറ്റികളാണ് ഉള്ളത്. ഇന്ന് 8 മേഖലാ കമ്മിറ്റിയിൽ ഒരു പൊതുവിടം ശുചീകരിക്കുകയാണ്. ഇന്ന് ജില്ലയെ സംബന്ധിച്ച് പരിശോധിച്ച ഏതാണ്ട് 104 മേഖലാ കമ്മിറ്റികളാണ് ഉള്ളത്. അവിടെ ഒരു 100-ൽ പരം സ്കൂളുകളും അതോടൊപ്പം തന്നെ 50-ൽ പരം പൊതുവിടങ്ങളും ഇന്ന് ശുചീകരണത്തിൻ്റെ ഭാഗമാക്കി ഡിവൈഎഫ്ഐ വൃത്തിയാക്കുന്നുണ്ട്. രാജീവിനെ അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ കുമ്പനാട് നോയൽ മെമ്മോറിയൽ സ്കൂളിലേക്കാണ്. രാജീവിന് കുമ്പനാട് പോകണം. നമുക്കൊന്ന് കുമ്പനാട് വരെ ഒന്ന് പ്രവർത്തനം നോക്കാൻ വേണ്ടി പോവാം. നമ്മൾ അടുത്ത സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ രാജീവ് പറഞ്ഞ സ്കൂളല്ല, സ്കൂളിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇതേ സ്കൂളാണ്? ഇത് കോയിപ്പുറം പഞ്ചായത്തിലെ മോഡൽ LPS സ്കൂളാണ്. ഗവൺമെൻറ് മോഡൽ LPS സ്കൂൾ. ഗവൺമെൻറ് മോഡൽ LPS സ്കൂളിൻ്റെ അകം ശുചീകരിക്കുന്ന പ്രവർത്തനത്തിനാണ്. ബെഞ്ചൊക്കെ പുറത്തിട്ട് അകത്ത് വലിയ ക്ലീനിങ് തന്നെയാണ് അകത്ത് നടക്കുന്നത്. നമുക്ക് അത് കാണാവുന്നതാണ്. മോഡൽ സ്കൂളിലെ ശുചീകരണ പ്രവർത്തനം തുടരുകയാണ്. ജൂൺ 3-ന് സ്കൂൾ തുറക്കുമ്പോൾ നല്ല ക്ലീനായൊരു സ്കൂൾ സമ്മാനിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞത്. സ്കൂളിലെ HM സുജി ടീച്ചറോട് ചേരുന്നത്. ടീച്ചറെ, എന്താണ് ഈ പ്രവർത്തനത്തെ പറ്റി പറയാനുള്ളത്? ജൂൺ 3-ന് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സ്കൂളും പരിസരവും വൃത്തിയാക്കണമെന്നാണ് നമുക്ക് ഗവൺമെൻറ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥികളുമായ കുട്ടികളും ഇതുപോലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും വന്നതുകൊണ്ട് സ്കൂളിൻ്റെ ശുചീകരണ കാര്യത്തിൽ വളരെയധികം ശുചീകരണ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അത് വലിയ സന്തോഷം സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. പാഠപുസ്തകം കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. പഠനോപകരണങ്ങൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് എപ്പോഴും നല്ല സപ്പോർട്ടായിട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. നമുക്ക് എപ്പോഴും ഏത് കാര്യത്തിന് നമ്മൾ വിളിച്ചാൽ അവർ ഓടിയെത്തുകയും നമുക്ക് നല്ല സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. സംസ്ഥാനത്ത് എല്ലാ യുവജന സംഘടനകൾക്കും നടത്താവുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ മോഡൽ സ്കൂളിൽ നിന്ന് കൈരളി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജു ടി ബാബു.